ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യും. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആദൃശ്യ സ്പർശം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്ന, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 12 വയസ്സുള്ള ഒരു ടോമിയെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരിക്കൽ ഒരു ആധ്യാത്മിക പരിപാടിയിൽ പങ്കെടുത്തതായി അവൻ സ്വയം പറയുന്നുണ്ട്. അവൻ്റെ ആ കൗമാരപ്രായത്തിൽ അവൻ അവിടെ ആ ആധ്യാത്മിക പരിപാടിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായത്, ദൈവം എന്ന് പറയുന്ന ആ വലിയ ശക്തി ആണ് ഈ ലോകത്തെ നയിക്കുന്നതെന്നും അതിനാൽ മാത്രമേ ഈ ലോകം രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്നും ആയതിനാൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു തന്നതായ ആ സത്യം പരമാർത്ഥമാണെന്നും അവൻ വിശ്വസിച്ചുകൊണ്ട് ആ ഫംഗ്ഷനിൽ അവൻ അറ്റൻഡ് ചെയ്തു. അത് അവന് വളരെ പ്രചോദനം ലഭിക്കുകയും അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയും ചെയ്തു. അവൻ്റെ മാതാപിതാക്കൾ അവന് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്തത്, യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നാണ് അവൻ മനസ്സിലാക്കിയിരുന്നത്. അത് യാഥാർത്ഥ്യമാണ് എന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്തു. അന്നു മുതൽ അവനൊരു പുതിയ ബാലനായി അവനെ ജീവിക്കുവാൻ സാധിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ വിദ്യാലയത്തിൽ എത്തുകയും അവൻ്റെ സംസാരത്തിലും പ്രവർത്തനത്തിലും ഒക്കെ വ്യത്യാസം കണ്ടുവരുന്ന അവൻ്റെ കൂട്ടുകാരെല്ലാം അവൻ്റെ വട്ടം കൂടി അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കണ്ടു എന്ന്, ദൈവസ്പർശനം എനിക്ക് ഉണ്ടായി എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. ഉടനെ അവർ അവനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ദൈവസ്പർശനം ഉണ്ടായത്, അതോ അത് വെറും നിന്റെ തോന്നലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ അവർക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ എല്ലാവരും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരാണല്ലോ. അതിൽ നാം എന്താണ് ചെയ്യുന്നത്? ഒരു നീളമുള്ള ഒരു കോലിൽ ഒരു ചരട് കെട്ടി അതിൻ്റെ അറ്റത്ത് ഒരു ചൂണ്ടയിൽ തീറ്റ കോർത്ത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കാത്തിരിക്കുന്ന ആ ഒരു അനുഭവം ചിന്തിച്ചു നോക്കുക. നമ്മൾക്ക് ആ കുറേ കഴിയുമ്പോൾ നമ്മുടെ ആ ചലനം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇതിൽ മീൻ കുത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അതിൽ എത്ര വലിപ്പമുള്ള മീനാണ്, ഏത് മീനാണ് കുത്തിയിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്കറിയാം, ഇതിൽ മീൻ കുത്തിയിട്ടുണ്ട് എന്ന്. ആ അനുഭവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്നത്. അവൻ്റെ സ്പർശം നമുക്ക് മനസ്സിലാകും. നമ്മളുടെ പ്രവൃത്തി, നമ്മുടെ ഓരോ കാര്യങ്ങളും അതിൻ്റേതായ പ്രചോദനത്തിലൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ മീനെ പിടിച്ച് നമ്മൾ ആ ചൂണ്ടക്കാരൻ കരയിലേക്ക് ഇടുന്നിടം വരെ എത്ര വലിയ മീനാണ്, ഏത് മീനാണ് പിടിച്ചതെന്ന് അറിയാൻ മേലാത്തതുപോലെ നമ്മുടെ ഹൃദയത്തിലെ സ്പർശനം, അതായത് ദൈവത്തിൻ്റെ അദൃശ്യ സ്പർശം നമുക്കുണ്ടാകുമ്പോൾ ആ ആത്മീയ ചൈതന്യം നമുക്കുണ്ടാകും. ആ ആത്മീയ ചൈതന്യത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ സാധിക്കും. ആ ബാലൻ അത് ശരിക്കും രുചിച്ചറിഞ്ഞതിന് ശേഷം അവൻ നല്ല ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിനും മുമ്പോട്ട് പലരെയും അവന് ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവൻ്റെ പല കൂട്ടുകാരും പിന്നീട് ക്രിസ്ത്യാനികളായതായും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ അദൃശ്യമായ സ്പർശം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. യേശു ക്രിസ്തു തൻ്റെ അനുഭവത്തിൽ പരാമർശിക്കുന്നുണ്ട്, അപ്പോസ്തലനായ തോമസ് ശഠിച്ചു, ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണുകയും സ്പർശിക്കുകയും നോക്കുകയും ചെയ്താൽ മാത്രമേ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന യാഥാർത്ഥ്യം അംഗീകരിക്കൂ എന്ന് തോമസിൻ്റെ ആഗ്രഹ നിവർത്തിക്കായി പ്രത്യക്ഷനായി അപ്പോസ്തലനെ ദൃഢവിശ്വാസത്തിലാക്കുകയും ചെയ്തു. എന്നാൽ ആ അവസരത്തിൽ സനാതനമായ ഒരു സത്യം ക്രിസ്തു വെളിപ്പെടുത്തി. കാണാതെ തന്നെ
വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇപ്രകാരമുള്ള വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു പൂർവികരായ സിദ്ധന്മാർ. നാം മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. തുളസീദാസ് പ്രസ്താവിച്ചു, രാത്രിയുടെ അലങ്കാരം ചന്ദ്രനാണ്, പകലിന്റെ അലങ്കാരം സൂര്യനും. ദൈവ ദൃശ്യത്തിന്റെ അലങ്കാരമാകട്ടെ വിശ്വാസവും. ഗുരുനാനാക്ക് പ്രബോധിപ്പിച്ചു, നിന്റെ ഊന്നുവടി വിശ്വാസമാണ്. തോമസ് മോർട്ടൺ എഴുതി, പ്രാപഞ്ചിക രഹസ്യത്തിലേക്കുള്ള താക്കോൽ ആധ്യാത്മികമായി വിശ്വാസത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അദ്ദേഹവും എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യ സ്പർശം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യണം എന്ന് മാത്രമല്ല, നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഞാൻ എൻ്റെ എപ്പിസോഡിൽ പലയിടത്തും ഇടപെടാതെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അത് തുടങ്ങുകയും ആ ജോലി തീർത്തു കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ ആ ജോലിയെ നമ്മൾ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം ദൈവത്തിൽ സമർപ്പിച്ച് ആ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് ഇടപെടാതെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. രാവിലെയും വൈകിട്ടുമെങ്കിലും നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതായ നമ്മുടെ സഭ നമുക്ക് റൈറ്റിങ്ങിൽ തന്നിട്ടുള്ളതായ പ്രാർത്ഥന ചെല്ലുന്നത് കൂടാതെ നാം എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നത് നാം അവനിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവനിൽ സമർപ്പിച്ച് നമ്മൾ അത് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ ആ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് സ്വർഗപിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഒരു പ്രഭാതം കൂടി നീ കാണുവാൻ എന്നെ അനുഗ്രഹിച്ചതിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ രാത്രി കാലം നീ എന്നെ കാത്തിരക്ഷിച്ചതിനായി നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ദൈവം ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടേത് നോക്കിക്കൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കർത്താവെ, വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നിന്റെ കാവലും കോട്ടയും എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്ന് പറഞ്ഞ് നമ്മളെ അവൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഇത് ഓർമ്മിപ്പിക്കുന്നത്, ഇങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെയൊക്കെയും അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.